ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ S6 EC സ്റ്റുഡൻസിൻ്റെ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ജാനുവരി 2024 ചോദിച്ച ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 അനലോഗ് സർക്യൂട്ട്സ് എന്ന് ചോദിച്ച 10 ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ജാനുവരി 2024 ചോദിച്ച ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 432 to the base 5 equals x to the base 7, then find the value of x. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ബേസ് 5ഉം ഒന്ന് 7ഉമാണ്. ഈ എക്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 432 to the base 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഈ ടേം, ഈ ലാസ്റ്റ് ടേം ഇൻറ്റു ബേസ് 5 ആയതുകൊണ്ട് 5 raised to 0 പ്ലസ് അടുത്ത ഈ ടേം 3 ഇൻറ്റു 5 raised to 1 പ്ലസ് 4 ഇൻറ്റു 5 raised to 2. ഇങ്ങനെ നമുക്ക് അതിന് എഴുതാം, ബേസ് 5 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ഇതൊരു ബേസ് 8 ആകുമ്പോൾ നമ്മൾ ഇതുപോലെ എഴുതിയിട്ടില്ലയോ, ഡെസിമലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെന്താ ചെയ്തത്? ഇപ്പം 2 ഇൻറ്റു 5 raised to 0, അടുത്തത് 3 ഇൻറ്റു 5 raised to 1 പ്ലസ് 4 ഇൻറ്റു 5 raised to 2. ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പം ഇത് 4 ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ, 4 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുമ്പം 4 ഇൻറ്റു 25 പ്ലസ് 3 ഇൻറ്റു 5 15 പ്ലസ് 2 ഇൻറ്റു 5 raised to 0. 5 raised to 0 എന്ന് വെച്ചാൽ 1, എനിത്തിങ് raised to 0 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോഴത്തേക്ക് 2 വരും. ദിസ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 25 100 പ്ലസ് 15 പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 117 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് 117 ആണ് അതിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എക്സ് ടു ദ ബേസ് 7. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം? ബേസ് 7ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ബേസ് 7ലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 117നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഏതൊരു ടേമിനെയും ഇപ്പോൾ നമ്മൾ ഡെസിമലിലോട്ട് കിട്ടി. ഇപ്പം സപ്പോസ് നമുക്ക് ഇതിനെ ബേസ് 2ലേക്ക് ആണ് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 7 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പം ആദ്യമേ 11ൽ ഒരു ടൈംസ് ഉണ്ട്, അത് കഴിഞ്ഞ് റിമൈനിങ് എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 47ൽ എത്ര വരും? 6. 4 ഇൻറ്റു 6 42. അപ്പം 6 ടൈംസ് വരും. 42 കഴിഞ്ഞ് റിമൈനിങ് എത്ര വാല്യൂ വരും? 5 വരും. എഗെയിൻ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇതിനകത്ത് എത്ര വരും? 7 ഇൻറ്റു 2 ആണ് 14 എന്ന് പറയുന്നത്. റിമൈനിങ് 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 225 ടു ദ ബേസ് 7 എന്ന് വരും. നമുക്ക് ഈ എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ 225 എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ബി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനത്തുള്ള ഏത് പ്രോബ്ലം ചോദിച്ചാലും തന്നിരിക്കുന്ന ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A 7,4 ഹാമിംഗ് കോഡ് കണ്ടെയ്ൻസ് ഡാഷ് നമ്പർ ഓഫ് പാരിറ്റി ബിറ്റ്സ്. ഓക്കെ, അത് ദാറ്റ് ഈസ് 3 ആണ് എൻ്റെ ആൻസർ. ദാറ്റ് ഈസ് A 7,4 ഹാമിംഗ് കോഡ് കണ്ടെയ്ൻസ് 3 പാരിറ്റി ബിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിമൽ ഇക്വലൻറ്റ് ഓഫ് ബൈനറി 10110.11 ഈസ്. ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡെസിമൽ ഇക്വലൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തിൻ്റെയാണ്? 10110.11 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം 0 ഇൻറ്റു 2 raised to 0 പ്ലസ് ദിസ് 1 ഇൻറ്റു 2 raised to 1, എഗെയിൻ ദിസ് 1 ഇൻറ്റു 2 raised to 2 പ്ലസ് 0 ഇൻറ്റു 2 raised to 3 പ്ലസ് ദിസ് 1 ഇൻറ്റു 2 raised to 4 ഇങ്ങനെ വരും. ഓക്കെ, ഇത്ര എഴുതുകയാണെങ്കിൽ 0 ഇൻറ്റു 2 raised to 0, ദിസ് 1 ഇൻറ്റു 2 raised to 1, എഗെയിൻ ദിസ് 1 ഇൻറ്റു 2 raised to 2 പ്ലസ് 0 ഇൻറ്റു 2 raised to 3 പ്ലസ് 1 ഇൻറ്റു 2 raised to 4 എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 2 raised to 4 എന്ന് വെച്ചാൽ 16 ആണ്.
0 ഇൻറ്റു 2 റൈസ് ടു 3 എന്ന് വെച്ചാൽ 0 വരും. ഓക്കെ, പ്ലസ് 0 പ്ലസ് ഇത് 1 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 4 വരും. പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 1 എന്ന് വെച്ചാൽ 2 വരും. പ്ലസ് 0 വരും. ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും? 20 പ്ലസ് 2 22 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളുടെ ഈ ഒരു ഇത്രയും പാർട്ടിൻ്റെ വാല്യൂ 22 ആണ്. അപ്പോൾ ഇതിനകത്ത് 22 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അല്ലേ തന്നെ പോയിൻറ്റിന് ശേഷം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? പോയിൻറ്റിന് ശേഷം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ 1 ഇൻറ്റു 2 റൈസ് ടു -1 പ്ലസ് ദിസ് 1 ഇൻറ്റു 2 റൈസ് ടു -2 ഇങ്ങനെ വരുന്നത്. അപ്പോൾ 2 റൈസ് ടു -1 എന്ന് വെച്ചാൽ 1/2 ആണ്. പ്ലസ് ദിസ് ഈസ് 1/4 ആണ്. ഓക്കെ, അപ്പം ഇത് എന്ത് വരും? 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 പ്ലസ് 1/4 ക്വാർട്ടർ എന്ന് വെച്ചാകുമ്പോഴത്തേക്ക് 0.25 വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0.75 എന്ന് വരും. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വരും? 22.75 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു പാർട്ട് നോക്കുമ്പോൾ തന്നെ 22 വരുന്നുണ്ട്. സോ 22.75 is the answer. Moving on to the next question. If a and b are the Boolean variables, then what is a plus b whole into a plus b bar equal to? ഓക്കെ, ഇത് ബൂളിയൻ ആൾജിബ്ര എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് a plus b whole into a plus b bar ആണ്. ഒന്നുമില്ല, ഈസിയാണ്. ജസ്റ്റ് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ a ഇൻറ്റു എ വരും. ഓക്കെ, a ഇൻറ്റു എ ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a ഇൻറ്റു എ പ്ലസ് a ഇൻറ്റു ബി ബാർ പ്ലസ് ഈ ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി ബാർ എന്ന് വരും. ബി ഇൻറ്റു ബി ബാർ എന്ന് വെച്ചാൽ നമുക്ക് റൂൾ വെച്ചിട്ടറിയാം, ദാറ്റ് ഈസ് 0 ആണ്. അതായത് ഇപ്പം ബിക്ക് 1 കൊടുക്കുന്നതെങ്കിൽ ബി ബാറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ബിക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ബി ബാറിൻ്റെ 1 ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോകും. ഇനി എ ഇൻറ്റു എ, ഓക്കെ, ബൂളിയൻ ആൾജിബ്ര വെച്ചിട്ട് എ ഇൻറ്റു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് എ ആണ്. സോ എ പ്ലസ് എ ബി ബാർ പ്ലസ് ബി എ ഈ സെയിം ആസ് എ ബി എന്ന് വരും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി എന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എ പ്ലസ് എ ബി പ്ലസ് എ ബി ബാർ എന്ന് എഴുതി. ഈ ടേമും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് എ കോമൺ എടുക്കാം. സോ എ ഇൻറ്റു 1 പ്ലസ് ബി പ്ലസ് എ ബി ബാർ എന്ന് കിട്ടും. ഇപ്പം 1 പ്ലസ് ബി, ഓക്കെ, ഇപ്പം ഈ ബിക്ക് 1 കൊടുത്താലും 0 കൊടുത്താലും എൻ്റെ വാല്യൂ 1 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് എ ബി ബാർ എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് എ കോമൺ എടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് ബി ബാർ എന്ന് കിട്ടും. അപ്പോൾ 1 പ്ലസ് ബി ബാറിൻ്റെ വാല്യൂ എന്താണ്? അഗെയിൻ 1 ആണ്. സോ എ ഇൻറ്റു 1 ഈക്വൽ ടു എ എന്ന് കിട്ടും. ഇതിനകത്ത് ആൻസർ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? ജസ്റ്റ് നമ്മൾ അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ജസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് ബൂളിയൻ ലോസ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്യുവൽ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. ഇപ്പോൾ ഡ്യുവൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലസ് എന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിഫറൻസ് ഡ്യുവൽ എന്ന് പറയുന്നത്. 0 1 ആയിട്ട് മാറും, 1 0 ആയിട്ട് മാറും. അപ്പം എ പ്ലസ് ബി പ്ലസ് സിൻ്റെ ഡ്യുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഡോട്ട് സി ആയിരിക്കും. ഇനി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ്സ് കറസ്പോണ്ട്സ് ടു ദ ആക്ഷൻ ഓഫ് പാരലൽ സ്വിച്ചസ്. പാരലൽ സ്വിച്ചസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓർ ഗേറ്റ് ആണ് ഇങ്ങനെ പാരലൽ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓർ ഗേറ്റ്, അതായത് ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം പാരലൽ സ്വിച്ചസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓർ ഗേറ്റ് ആണ്. ഇനി സീരീസ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ സീരീസ് ആയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓർ ഗേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓർ ഗേറ്റ് ഹാസ് 4 ഇൻപുട്ട് ഇൻ വിച്ച് 1 ഇൻപുട്ട് ഈസ് ഹൈ, അതർ 3 ആർ ലോ ദ ഔട്ട്പുട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ സെയിം തന്നെ ഇവിടെ എന്തുണ്ട്? 4 പാരലായിട്ടുള്ള ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 4 പാരൽ ഓർ ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ 3 എണ്ണം ലോ ആണ്, ഒരെണ്ണം ഹൈ ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഹൈ ആയി കഴിഞ്ഞാൽ എന്താവും? ഔട്ട്പുട്ട് വിൽ ബി ഹൈ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സീക്വൻഷ്യൽ സർക്യൂട്ട് വിത്ത് 12 സ്റ്റേറ്റ്സ് വിൽ ഹാവ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം 12
സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, 12 സ്റ്റേറ്റ്സ് നമ്മൾ കൗണ്ടറൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എ സീക്വൻഷ്യൽ സർക്യൂട്ട് വിത്ത് 12 സ്റ്റേറ്റ്സ്. അപ്പോൾ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 8 4 2 1. 12നെ നമ്മൾ മാർക്ക് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 1 0 0 ആണ്. ഓക്കെ, ഇത് ഇപ്പം 8 + 4 എന്ന് വെച്ചാൽ 12 ആണ്. അപ്പം അത് രണ്ട് നമ്മൾ 1 ഇട്ട് ബാക്കി 0 ആയി. അപ്പോൾ ഇങ്ങനെ ഒരു 12നെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? ഇവിടെ 4 എണ്ണം വേണം. അപ്പം ആൻസർ ഈസ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇങ്ങനത്തുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്സിന് നമ്മൾ ബൈനറിയുടെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ബിറ്റ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ അത്രയും ബിറ്റ്സ് ആയിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഡെക്കേഡ് കൗണ്ടർ ആണെങ്കിലും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഇനി 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സീക്വൻഷ്യൽ സർക്യൂട്ട്? ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, രജിസ്റ്റർ, ഡീകോഡർ. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് മെമ്മറി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോട്ട് എ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ മെമ്മറി ഇല്ലാത്തത്. മെമ്മറി ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡീകോഡറേ ഉള്ളൂ. ഫ്ലിപ്പ് ഫ്ലോപ്പിന് മെമ്മറി ഉണ്ട്, കൗണ്ടേഴ്സിന് മെമ്മറി ഉണ്ട്, രജിസ്റ്ററിന് മെമ്മറി ഉണ്ട്. ഇപ്പോൾ നോട്ട് എ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീകോഡർ. നമ്മൾ ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ നോയിസ് മാർജിൻ ഓഫ് എ TTL ഗേറ്റ് ഈസ് എബൌട്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോയിസ് മാർജിൻ എന്ന് പറയുന്നത് TTL സർക്യൂട്ടിൻ്റെ കേസിൽ 0.4 വോൾട്ട് ആണ്. വോൾട്ടേജ് റേഞ്ച് അലൗഡ് ഫോർ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ്. ഇപ്പം നോയിസ് മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് റേഞ്ച് അലൗഡ് ഫോർ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് ദാറ്റ് വോണ്ട് അഫക്റ്റ് ദ ഔട്ട്പുട്ട് ലോജിക് ലെവൽ. അതാണ് നമ്മൾ നോയിസ് മാർജിൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു ഇൻപുട്ട് സിഗ്നലിന് നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രമാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഔട്ട്പുട്ട്, ദാറ്റ് മാർജിൻ ഈസ് കോൾഡ് ആസ് നോയിസ് മാർജിൻ. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. TTLൻ്റെ കേസിൽ ഇറ്റ് ഈസ് 0.4 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് S6 EC സ്റ്റുഡൻസിൻ്റെ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക് ലാസ്റ്റ് ചോദിച്ച, അതായത് ജാനുവരി 2024 ചോദിച്ച ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്ത 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓൾറെഡി ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള ഡീറ്റെയിൽ സൊല്യൂഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. റിമൈനിങ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ഒരു പാർട്ടിൽ വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.